Hi, this is CS Ashik, Company Secretary and Corporate Advisor, Ashik Samir Associates, Calicut. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കോവിഡിൻ്റെ ഇമ്പാക്റ്റ്, അതിൽ കേരളത്തിലെ ഒരു അൺസർട്ടൻസി തന്നെയാണ് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിലും എക്കണോമിക് സെഗ്മെൻറ്റിലും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സമയത്ത് കോവിഡിൻ്റെ സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗവൺമെൻറ്റുകൾ അതാത് സമയത്ത് സ്കീമുകൾ പ്രഖ്യാപിക്കാറുണ്ട്. അതിൽ കേരളത്തിലെ ബിസിനസ് സമൂഹത്തിന്, പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് ഏറ്റവും നല്ലൊരു സ്കീമാണ് ആംനസ്റ്റി സ്കീം 2020. ഏപ്രിൽ ആദ്യവാരത്തിൽ കേരള ഗവൺമെൻറ് വലിയൊരാശ്വാസമാണ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, കോവിഡിന് ശേഷം എക്കണോമിക് സെഗ്മെൻറ്റുകൾ, ബിസിനസ്സുകാർ എല്ലാ സെഗ്മെൻറ്റിലും അറിയപ്പെടുന്നത് ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് എന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ ആഫ്റ്റർ കോവിഡ് ഒരു പുതിയ തുടക്കത്തിന് ബിസിനസ്സിൻ്റെ റീസ്ട്രക്ചറിങ്, റിവൈവൽ, ഒരുപാട് പ്രോസസ്സുകളിലൂടെ ആയിരിക്കും എല്ലാ ബിസിനസ് സമൂഹവും കടന്നു പോവുക. ആ സമയത്ത് പഴയ നികുതി, പഴയ കേസുകൾ, ഒരുപാട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമായ കച്ചവടക്കാർ, ഇത്തരം സംഗതികൾ ക്ലീനപ്പ് ചെയ്ത് ഒരു പുതിയ തുടക്കമാവണം ആഫ്റ്റർ കോവിഡിൽ ബിസിനസ് സമൂഹം ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേരള ഗവൺമെൻറ് ഈ ഒരു സ്കീം ഈ കോവിഡിനിടയിലും പ്രഖ്യാപിക്കാനുള്ള കാരണം. പല സമയങ്ങളിലായിട്ട് പല സാമ്പത്തിക പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സ്കീമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആംനസ്റ്റി സ്കീം 2020 എന്ന് പറയുന്ന ഈ സ്കീം വളരെ സിമ്പിളാണ്, ഏറ്റവും നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. എന്താണ് ആംനസ്റ്റി സ്കീം? നമുക്കറിയാം, രാജ്യത്ത് 2017 ജൂലൈ 1 നടപ്പാക്കിയ GST, ഒറ്റ ടാക്സ് എന്ന കോൺസെപ്റ്റ്. അതിന് മുന്നേ പല ടാക്സുകൾ ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ വ്യവസായികൾ, കേരളത്തിലെ കച്ചവടക്കാർ, കേരളത്തിലെ മാനുഫാക്ചേഴ്സ്, ഇൻഡസ്ട്രിയൽ, ഇങ്ങനെ പലവരും പല ടാക്സിൻ്റെ കംപ്ലയൻസുകളും ചെയ്തുകൊണ്ട് പോകുന്നതായിരുന്നു. ഈ ടാക്സിൽ പ്രത്യേകിച്ച് കേരള വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റിൻ്റെ നോട്ടീസ് ഇപ്പോഴും കൈപ്പറ്റുന്ന പല കച്ചവടക്കാരും ഇന്നുമുണ്ട്. പഴയ അരിയേഴ്സ്, പഴയ ബാക്ക് ലോഗുകൾ, പെനാൽറ്റി, ടാക്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, ഇങ്ങനെ പല വിധത്തിൽ നോട്ടീസുകൾ ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അതറിയാം. അതുകൂടാതെ ലക്ഷറി ടാക്സ്, ഹോട്ടൽ ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് ലക്ഷറി ടാക്സിൻ്റെ കേസുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും, ഇന്നും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് GSTക്ക് മുന്നേ ഉള്ള കേസുകൾ ഇപ്പോഴും അത് തീർപ്പാക്കാത്തത് കൊണ്ട് അതുമായിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ അപ്പീൽ, ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന ടാക്സ് പേയേഴ്സിനും ഗവൺമെൻറ്റിനും രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവുന്ന ഒരു സ്കീമാണ് ആംനസ്റ്റി സ്കീം. പ്രത്യേകിച്ച് ഏതൊക്കെ ആക്റ്റുകളാണ് ഇതിൽ കവർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വാറ്റ്, കേരള വാല്യൂ ആഡഡ് ടാക്സ്, സെൻട്രൽ സെയിൽ ടാക്സ്, ടാക്സ് ഓൺ ലക്ഷറി ടാക്സ് എന്ന് പറയും, കേരള സർചാർജ് ആക്ട്, കേരള അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്, കൂടാതെ കേരള ജനറൽ സെയിൽ ടാക്സ് ആക്ട്. ഈ 6 ടാക്സിലുള്ള അരിയേഴ്സാണ് ഈ ആംനസ്റ്റി സ്കീമിലൂടെ കച്ചവടക്കാർക്ക് ഉപയോഗപ്പെടുത്താനും ക്ലിയർ ചെയ്യാനും ഒരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങാൻ പറ്റും. എന്ന് മുതലാണ് ഈ ടാക്സ് ആംനസ്റ്റി സ്കീം എന്ന് മുതലാണ് നിലവിൽ വരിക, ഏതുവരെ അത് ഉണ്ട് എന്നാണ്. ആംനസ്റ്റി സ്കീം അവെയിൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഇപ്പോഴുള്ള ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ 2020 ആണ്. അതായത് 31 ജൂലൈക്ക് മുന്നേ ഇതിലെ സ്കീം അവെയിൽ ചെയ്യണം. ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ഡിസംബർ 31 നടത്തണം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് അണ്ടർ ദ സ്കീം? ഇതിലെ സ്കീമിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്ത ചർച്ച ചെയ്യാനുള്ളത്. 100% waiver of interest and penalties.
60% വേവർ ഓഫ് ബാലൻസ് ടാക്സ് അരിയേഴ്സ്. നമ്മൾ ഒറ്റ തവണ തീർപ്പാക്കുകയാണെങ്കിൽ 60% വേവർ ഉണ്ടാവും ബാലൻസ് ടാക്സ് അരിയേഴ്സിൻ്റെ. നമുക്ക് ലംസം പേയ്മെൻറ്റിന് പകരം ഇൻസ്റ്റാൾമെൻ്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 50% വേവറാണ് നമുക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുക. KGSTയുടെ കേസിൽ അല്ലെങ്കിൽ 2005 മുന്നത്തെ കേസുകളാണ് പരിഗണിക്കുന്നത്. ഏതൊക്കെ പേയ്മെൻറ്റുകളാണ് ഈ ഒരു സ്കീമിൽ ക്രെഡിറ്റായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് ചർച്ച ചെയ്യാം. പണ്ട് അനൗൺസ് ചെയ്ത സ്കീമുകളിൽ, പ്രത്യേകിച്ച് ആംനസ്റ്റി സ്കീമുകളിൽ ഓൾറെഡി പേ ചെയ്തു. ആ പേ ചെയ്ത എമൗണ്ട് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ ഈ സ്കീം അവൈൽ ചെയ്യുമ്പോൾ അതിൽ ക്രെഡിറ്റ്, ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് ക്രെഡിറ്റ് കിട്ടും. ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചു, ഇപ്പോൾ ഈ സ്കീം അവൈൽ ചെയ്യുമ്പോൾ ഓൾറെഡി അടച്ച എമൗണ്ട് ക്രെഡിറ്റ് കിട്ടും. കോമ്പൗണ്ടിങ് ഓപ്ഷൻ വ്യാപാരികൾ സെലക്ട് ചെയ്തു, കോമ്പൗണ്ട് ചെയ്ത പ്രകാരം എമൗണ്ട് അടച്ചു, ഇപ്പോൾ ഈ സ്കീമിന് പോകുമ്പോൾ ഓൾറെഡി കോമ്പൗണ്ടിങ്ങിൽ അടച്ച എമൗണ്ട് കിട്ടും. ഇത് കൂടാതെ പഴയ സ്കീമുകൾ ആംനസ്റ്റി സ്കീം അവെയിൽ ചെയ്യാത്തവർക്ക് ഈ സ്കീമും കൂടെ ബാലൻസ് എമൗണ്ടിന് അവെയിൽ ചെയ്യാനുള്ള വലിയ ഒരു സാധ്യതയും ഓപ്ഷനും ഗവൺമെൻറ്റിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആംനസ്റ്റി സ്കീം 2020 അവെയിൽ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് റീഫണ്ട് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കൂടാതെ ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷനാണ് നമ്മൾ പ്രിഫർ ചെയ്തതെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഈ സ്കീമിൽ നിന്ന് ഔട്ടാവും. ഇനി കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഉദാഹരണത്തിന് എനിക്ക് എത്ര അരിയേഴ്സ് ഉണ്ട്, എന്താണ് എൻ്റെ പെനാൽറ്റീസ്, ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾക്ക് www.keralataxes.gov.in നിങ്ങളുടെ ഐഡിയും ലോഗിൻ ഐഡിയും ഉപയോഗിച്ച് കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള അരിയേഴ്സ് ബാക്ക്ലോഗുകൾ എത്രയാണ്, എന്താണ് അതിന് നോട്ടീസ്, എന്തൊക്കെ നോട്ടീസാണ് നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്, എത്ര ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, ഈ ഡീറ്റെയിലുകളൊക്കെ തന്നെ ഈ സ്കീം അവെയിൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് വളരെയധികം പഠിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ഒരു ആംനസ്റ്റി സ്കീം 2020 ഉപയോഗപ്പെടുത്താൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കീം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ആഫ്റ്റർ കോവിഡ് ബിസിനസ് റീസ്ട്രക്ചറിങ്ങിലും ബിസിനസ് റിവൈവലും ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ച് തുടങ്ങുന്ന നമ്മൾക്ക് പഴയ ബാക്ക്ലോഗുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സ്കീമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഈ ഒരു നമ്മൾ പാനിക്കാവുന്ന സമയങ്ങളിൽ ഇത്തരം നല്ല ഉപയോഗിക്കാൻ പറ്റാവുന്ന സ്കീമുകൾ ഈ ഒരു പീരീഡിൽ ഉപയോഗിക്കാതെ പോവരുത്. ഇത് നിങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ച സ്കീമാണ്. നന്നായിട്ട് ഉപയോഗപ്പെടുക, നന്നായിട്ട് പഠിക്കുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ടാക്സ് പ്രൊഫഷണൽസിനെ കൊണ്ട് ചോദിക്കുക, എന്നിട്ട് ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.